ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ എല്ലാ ദിവസവും നാടൻ വിഭവം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു അമേരിക്കൻ സ്റ്റൈലിലാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബോൾ എടുത്ത് അതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 സ്പൂണ് പൗഡർ ഷുഗർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടി. ഇനി നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ഓഫ് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബോൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് ഓഫ് മൈദ ചേർക്കാം. 2 കപ്പ് ഓഫ് മൈദയ്ക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. ഇനി നമുക്കിതെല്ലാം പെട്ടെന്നൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്കതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ കൂടെ തന്നെ നമ്മൾ ചിക്കൻ സോസേജ് ആണ് നമ്മൾ കൂടെ എടുക്കുന്നത്. നമുക്ക് നല്ല ബോയിലിംഗ് വാട്ടറിലേക്ക് നമ്മൾ സോസേജ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ പാൻ കേക്ക് ചുട്ടെടുക്കാൻ പോവുകയാണ്. നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പാൻ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ്. കറക്റ്റ് ഒരു കളറിലാണ് നമ്മൾ പാൻ കേക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ഹോട്ട് പാക്കിലേക്ക് ഇതിനെ മാറ്റി വെക്കാം. നമ്മൾ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് സോസേജ് വെച്ചിട്ട് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ച് വെക്കാം. എന്നിട്ട് ഒരു ടൊമാറ്റോ എടുത്ത് നമുക്ക് തിൻ സ്ലൈസസ് ആക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മുടെ സോസേജ് നമ്മൾ ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ നമുക്ക് സണ്ണി സൈഡ് അപ്പാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഇത് നമ്മൾ സണ്ണി സൈഡ് അപ്പം നമുക്കൊന്ന് സീസൺ ചെയ്തെടുക്കാം. സോൾട്ട് ആൻഡ് പെപ്പറാണ് നമ്മൾ സീസൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സണ്ണി സൈഡ് അപ്പം ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ ടൊമാറ്റോസ് അതുപോലെ തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. കൂടെ നമ്മൾ ബേസിൽ സീസണിങ്ങിനായിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ബേസിലാണ് ഗൈസ്. നമ്മളിനി കുറച്ച് പാലെടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ പാൽ വെച്ചിട്ട് കോഫി ഉണ്ടാക്കാൻ പോവുക. പാൻ കേക്ക് നമുക്കൊന്ന് സെർവ് ആക്കാം. ഒരു ബ്ലാക്ക് പ്ലേറ്റിലേക്ക് പാൻ കേക്ക് സെർവ് ആക്കുന്നുണ്ട്. അതിൻ്റെ പണി ബാക്കി ചെയ്യാൻ വെച്ച് പാൽ ഇതാണ്ട് തിളച്ച് പൊങ്ങി വരാണ്ട് പൊങ്ങി ഇതാ വന്നു. ഇനി അടുത്ത് നമ്മൾ പാൻ കേക്കിൽ കിടക്കാം. നമുക്ക് ഷുഗറൊന്ന് ഡസ്റ്റ് ചെയ്ത് വിടാൻ മേലെ. സാധാരണ നമ്മൾ പാൻ കേക്ക് ഷുഗറും ഹണീൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകണേ. അപ്പോൾ ഷുഗറൊന്ന് നന്നായി ഡസ്റ്റ് ചെയ്ത് വിടണം നമ്മൾ പാൻ കേക്കിൻ്റെ മോളെ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് നമ്മളെല്ലാം ഹണി അയച്ചു കൊടുക്കുന്നുണ്ട്. ഹണി എന്തായാലും പാൻ കേക്കിന് വേണമല്ലോ, അപ്പോൾ നമ്മൾ കുറയ്ക്കണില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പ്ലേറ്റ് ചെയ്യാം. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമുക്ക് സോസേജ്, സണ്ണി സൈഡ് അപ്പ്, പിന്നെ നമ്മളൊരു ഗ്രിൽ ടൊമാറ്റോസ്, പിന്നെ നമ്മൾ പാൻ കേക്കും വെക്കുന്നുണ്ട്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളവരൊക്കെ കഴിക്കാൻ വിളിക്കാം. അപ്പോഴത്തേക്കും നമ്മൾ കോഫി ഒന്ന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് പൗഡറാണ് നമ്മൾ ഇടുന്നത്. അതിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി നമ്മൾ കെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വിളിച്ചിട്ടാണെങ്കിൽ നമുക്ക് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അടിപൊളി, സൂപ്പർ.